ഷബീർ ചേരുന്നു ചൂരൽമലയിൽ നിന്നും നമുക്കൊപ്പം. ഷബീർ, ചൂരൽമലയിലെ തെരച്ചിൽ അത് ഇന്ന് ഏത് രീതിയിലാണ് നടത്തുക എന്നുള്ളതാണ്. 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. മണ്ണിനടിയിൽപ്പെട്ട ശരീരത്തിന്റെ ഘടനയൊക്കെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. സൈന്യം നേരത്തെ എത്തുന്നതായിട്ട് ഷബീർ അറിയിച്ചു. ഇപ്പോൾ അവർ അവിടെ എത്തിയോ? തെരച്ചിൽ ആരംഭിച്ചു? അതെ അശ്വതി, ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സൈന്യം. പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം തന്നെ സൈന്യത്തിന്റെ കണ്ണൂർ DSC ബറ്റാലിയനിലെ 200ഓളം വരുന്ന അംഗങ്ങൾ ഇപ്പോൾ തിരച്ചിലിന് വേണ്ടി, അതായത് ഇനിയും ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും ഏതെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അതല്ലെങ്കിൽ ഏതെങ്കിലും മൃതദേഹങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്താനുള്ള ഒരുക്കത്തോടുകൂടി DSC കണ്ണൂർ ബറ്റാലിയനിലെ 200ഓളം വരുന്ന സൈനികർ ഇപ്പോൾ ഇവിടെ ചൂരൽമലയിൽ ബെയിലി പാലത്തിന് തൊട്ടടുത്തായി അവരിവിടെ സജ്ജരായിരിക്കുന്നു. ഇനി അവരോടൊപ്പം 4 ടീമുകളായിട്ടാണ് ഈ സംഘം തെരച്ചിലിനായിട്ട് നീങ്ങുന്നത്. ഇവരോടൊപ്പം NDRFും അതുപോലെ തന്നെ കേരള ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ഒരു 4-അംഗ സംഘത്തെയാണ് അവിടെ വിവിധയിടങ്ങളിലായി വിന്യസിക്കുന്നത്. അതിലേക്കുള്ള ടീം അംഗങ്ങൾ ഇപ്പോൾ ഈ കണ്ണൂർ DSC ബറ്റാലിയന്റെ ഉദ്യോഗസ്ഥർ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഹിറ്റാച്ചികളും ഒരുങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ കൂടുതൽ ഹിറ്റാച്ചികൾ മുകളിലേക്ക് ഇന്നലെ തന്നെ കയറിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഹിറ്റാച്ചികൾ കൂടി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിലിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ 5ാം ദിവസം ഈ തെരച്ചിൽ ഒരുപക്ഷെ 5ാം ദിവസം അവസാനിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളിലും തെരച്ചിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നേരത്തെ തന്നെ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കണ്ണൂർ മിലിറ്ററിയുടെ DSC ബറ്റാലിയനിലെ സേനാംഗങ്ങൾക്ക് വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റവന്യൂ സംഘവും അതുപോലെ തന്നെ പോലീസ് സംഘവുമൊക്കെ ഇവർക്ക് നേതൃത്വം വഹിക്കാൻ അല്ലെങ്കിൽ ഓരോ സംഘത്തിനും ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവരും ഇതോടൊപ്പം ചേരുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഓപ്പറേഷൻ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ കാര്യക്ഷമമായി ഏതെങ്കിലും അവസാനത്തെ ഒരു ജീവൻ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ ഓപ്പറേഷനിലൂടെ കൂടി കണ്ടെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് ഇവർ പുറപ്പെട്ടിട്ടില്ല. ബെയിലി പാലത്തിന്റെ ഇക്കരെ ചൂരൽമല ടൗണിൽ ഈ കടകളൊക്കെയുള്ള അതിനോട് ചേർന്നുള്ള പൂർണ്ണമായും നാമാവശേഷമായ ആ ഒരു കെട്ടിടങ്ങൾക്ക് സമീപമാണ് അവരിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ കെട്ടിടങ്ങളെല്ലാം ഒരു പ്രേതഭൂമി പോലെ, ഒരു ശ്മശാന ഭൂമി പോലെ ഈ മേഖല മാറിയിരിക്കുന്നു. വളരെ മനോഹരമായിരുന്ന സൂപ്പർ മാർക്കറ്റുകളും കടകളും ഷോപ്പുകളും ഒക്കെ ആയിരുന്നു ചൂരൽമല ടൗണിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതെല്ലാം ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ്. ഷട്ടറുകളൊക്കെ തകർന്ന് ചെളിയും വെള്ളവും ഒക്കെ കടകൾക്കുള്ളിലേക്ക് ഇരച്ച് കയറി ഒന്നുമില്ലാത്ത രീതിയിൽ ഈ കടകളൊക്കെ നടത്തിയിരുന്ന അതിൽ ഉടമസ്ഥർ അതുപോലെ തന്നെ ഈ കടകളിലൊക്കെ ജോലി ചെയ്തിരുന്നവർ അവരെല്ലാവരും ഇപ്പോൾ ക്യാമ്പുകളിൽ അനാഥരെ പോലെ അതല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇനി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ആ കടകളെല്ലാം ഇപ്പോൾ ഈ ഒരു വലിയ ദുരന്തത്തിന് പ്രകൃതി താണ്ഡവമാടിയപ്പോൾ അതിനു മുമ്പിൽ മനുഷ്യനൊന്നുമല്ലെന്ന് തെളിയിച്ച ആ കാഴ്ചകൾക്ക് മൂകസാക്ഷികളായി ഇപ്പോൾ ഈ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ക്യാമ്പംഗങ്ങൾക്ക് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഉദ്യോഗസ്ഥർ ഈ സേനാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഓരോ ഗ്രൂപ്പും ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച വിവരമനുസരിച്ച്